ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളൊരു മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി, ചിലർ മുളക് കറി എന്നും പറയും. അത് എളുപ്പത്തിൽ ഉച്ചക്കലത്തേന് ഞങ്ങളെല്ലാം കിടന്ന് ഉറങ്ങി, അപ്പം പെട്ടെന്നൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനെന്തൊക്കെ വേണ്ടത്, എളുപ്പമാണ്, എന്തൊക്കെ വേണ്ടതെന്ന് കാണിക്കാമേ. അതിന് വേണ്ടതായ സാധനങ്ങൾ, ഒരു 10 മത്തിയാണ് ഇടത്തറി വലിപ്പമുള്ള, ഞാൻ ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുക. അതിനുശേഷം ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം, ഒരു 2 ഇഞ്ച് നീളത്തിൽ, കാരണം കുറവ് മീനായതുകൊണ്ട്. ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. 3 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ഇടുന്നതേ ഉള്ളൂ. സിമ്പിളായത്. മുളക് പൊടി 3 ടേബിൾ സ്പൂണ്, എരിയില്ലാത്ത 1.5, എരിയുള്ള 1.5. ഇതിൻ്റെ കൂടെ ഞാൻ സാധാരണ മീൻകറിക്ക് മല്ലി ഇടാറില്ല, എന്നാൽ മത്തി ആയതുകൊണ്ട് ഇച്ചിരി ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, മഞ്ഞൾ, ആവശ്യത്തിനുള്ള പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കുക, ഒരു ചെറിയ 2 കഷ്ണം പുളി. ഇത്രയും സാധനമാണ് ഇത് വേണ്ടത്. പെട്ടെന്ന് ഇത് നമുക്ക് കറി വെക്കാൻ പറ്റും. പാൻ ഞാൻ അടുപ്പേ വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് പാനൊന്ന് ചൂടായി. ഞാൻ ഇതിനകത്തോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത്. 1 സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് മീനുകളുണ്ട്, 1 സ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് വേണം വെളിച്ചെണ്ണ ഒന്ന് ഊരുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി. ആദ്യം കറിവേപ്പില ഇട്ടു, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ആദ്യം വെളുത്തുള്ളി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കണം, അല്ലെങ്കിൽ വെളുത്തുള്ളി വെളുത്ത് കിടന്നാൽ അത് കാണാനില്ല. നിങ്ങൾ ഓർക്കും കടുക് കിട്ടിയില്ലെന്ന്. ഞാൻ മത്തിക്കറി ആയതുകൊണ്ട്, ചാള കറി വെക്കുന്നതായതുകൊണ്ടാണ് കടുക് ഇടാഞ്ഞത്. കാരണം വലിയ കഷ്ണമീനാണ് നമ്മൾ കടുക് ഇട്ടിട്ട് വലത്തുന്നത് അരപ്പ്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് സിമ്പിളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതായിട്ട് തോന്നും. ഞാനൊരു സിമ്പിളായിട്ടുള്ളത് എടുക്കുന്നത്. ബാക്കി ഇഞ്ചി, അരിഞ്ഞ പച്ചമുളക്, ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരു ബ്രൗൺ കളറാണ്. വെളുത്തുള്ളി ഏകദേശം ആദ്യം ഇട്ടുകൊണ്ട് ബ്രൗൺ കളറായി. ഞാൻ ഇഞ്ചിയും കൂടെ ഒന്ന് ഒരുമാതിരി ഒന്നാണ് ഓൾമോസ്റ്റ് ഇത് മൂത്തു. ഇനി ഞാൻ ഈ പൊടികളെല്ലാം ഇടുക. ആദ്യം മുളക് പൊടി, മല്ലിപ്പൊടി ഇതിട്ടൊന്ന് പെട്ടെന്ന് ഇളക്കണം, അല്ലേ കരിഞ്ഞു. എന്നിട്ട് ബാക്കി മഞ്ഞൾ പൊടി, ഉപ്പ് ഇതിട്ട് നന്നായിട്ടൊന്ന് നോക്കണം. പൊടികളെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് നോക്കണം. ഞാൻ ചട്ടിയിലാണ് സാധാരണ മീൻ വെക്കുന്നത്. ഈ ഇവിടുത്തെ ഇലക്ട്രിക് ആയതുകൊണ്ട് ചട്ടി വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രമൊക്കെ വെക്കുന്നത്. കാരണം നമുക്കിവിടെ അത്രയ്ക്കുള്ള സൗകര്യങ്ങളേ ഉള്ളല്ലോ. ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് നിങ്ങൾ കണ്ടല്ലോ. ഇനി വെച്ചിരിക്കുന്ന ഈ പുളിവെള്ളം മതി. പുളിവെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ഇത്രയും വെള്ളം കൂടെ ഒഴിക്കും, കാരണം ഒത്തിരി വേണ്ട, ഒന്ന് തൊടാൻ വേണ്ടി. ഒത്തിരി വെള്ളം ആയാലും നമുക്ക് ചാറൊന്നും വേണ്ടായാലും. ഇതിന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ മീൻ ഇതിനകത്തോട്ട് പറക്കിയിടുക. ഇളക്കണം, എല്ലാം കൂടെ ഒന്ന് മിക്സായി. ഉപ്പുമൊക്കെ ഇട്ടതായിരുന്നാലും നമുക്ക് പിന്നെ ഒന്നുകൂടെ നോക്കണം ഉപ്പുണ്ടോയെന്നൊക്കെ. എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഉപ്പുണ്ട്. ലാസ്റ്റ് തിളച്ച് കഴിയുമ്പോൾ വേണം ഇട്ടോ. ഇത് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ, ഇതിപ്പം നല്ലതായിട്ട് തിളച്ച് തുടങ്ങി. ഇനി ഞാൻ ഗ്യാസ് ഒന്ന് സിമ്മാക്കിയിട്ട് ഈ മീൻ ഇതിനകത്ത് പറക്കിയിടുക. ഇനി ഞാൻ ചിലത് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, കാരണം ഇച്ചിരി വലുതായിട്ടുള്ളത് എനിക്ക് ഒന്ന് കഷ്ണമാക്കി, കാരണം ഒത്തിരി അങ്ങ് വലുതായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കുക. എന്നിട്ട് വേണം ഗ്യാസ് ഒന്ന് ഇച്ചിരി കൂട്ടി വെച്ചാൽ, കാരണം തിളച്ചോട്ട്. ഇത്രയേ ഉള്ളൂ മുളകിട്ട മത്തിക്കറി. കഴിഞ്ഞു. ഞാൻ തുറന്നു നോക്കുക. കണ്ടോ നിങ്ങളിത്? മണവും വരുന്നു. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഞാനിങ്ങനൊക്കെ ഉപ്പ് നോക്കുന്നത് കേട്ടോ.
ശകലം കുറവുണ്ട് ഉപ്പിൻ്റെ. അപ്പോൾ ഒരു ശകലം ഉപ്പും കൂടി നമ്മളിടും. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടു. ഇവിടെ എല്ലാവർക്കും ഉപ്പ് മുന്നോട്ട് നിൽക്കും. കേരളത്തിലുള്ളവർക്ക് മത്തിയെന്ന് കേൾക്കുമ്പോഴേ വായിക്കൂടെ കപ്പലോടും. ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട. സൂപ്പറായിരിക്കും. ഇതൊരു 5-6 മിനിറ്റും കൂടി ഇരുന്ന് ഇത് പറ്റുമ്പോൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുമ്പോൾ പുറമെ ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 കരിയാപ്പിലയും കൂടി ഇടുക. മത്തിക്കറി റെഡി. ഓക്കെ, മത്തിക്കറി റെഡി. മത്തിക്കറി റെഡി. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഈ എളുപ്പത്തിലുള്ള മത്തിക്കറി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.